ശ്രീ സതീഷ് വസന്ത്, ഇവിടെ പെട്ടിമുടി മുതൽ വയനാട് ദുരന്തം വരെയുള്ള ആ പാവപ്പെട്ട ജനതയ്ക്ക് ഇപ്പോഴും നഷ്ടപരിഹാര തുക ഉൾപ്പെടെയുള്ളവ കൈമാറിയിട്ടില്ല. അവരൊക്കെ പലരും തൻ്റേതായിട്ടുള്ള അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ധനം ഉപയോഗിച്ചാണ് വാടക വീടുകളിൽ കഴിയുന്നത് പോലും. എന്തിന് മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ല? അതൊക്കെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വിവാദം കത്തി നിന്നാണ്. ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം തകർന്നു വീണ് ഒരു സാധു സ്ത്രീ മരിക്കുകയുമുണ്ടായി. അവരോടൊന്നും ഐക്യദാർഢ്യമില്ല. കേരളത്തിലെ ഒരു ജനതയോടും ഐക്യദാർഢ്യമില്ല. ഭാരതത്തിലൂടെ കേരളത്തിലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങ് വടക്കോട്ട് നോക്കൂ എന്ന് പറഞ്ഞ് യുപിയും ഗുജറാത്തും ചൂണ്ടിക്കാണിക്കും. പക്ഷേ പ്രീണന സ്വഭാവത്തിന്റെ ഭാഗമായി പലസ്തീൻ ജനതയോട് മാത്രം ഐക്യദാർഢ്യം. ഇതെന്ത് പ്രവണതയാണ് ശ്രീ സതീഷ് വസന്ത്? രോഹിണി ഇപ്പം ഇവരെല്ലാം പറഞ്ഞതെന്ന് വെച്ചാൽ CPM എന്നുള്ള പാർട്ടി അല്ലെങ്കിൽ ആളുകളടുത്ത് തെണ്ടിക്കൊണ്ട് പൈസ പിരിച്ചുകൊണ്ടാണ് ഈ പാർട്ടി ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ്. അല്ലാതെ അങ്ങനെ അടിസ്ഥാന വർഗ ഈ പാർട്ടി വളർന്നതെല്ലാം അവർക്ക് വേണ്ടി തന്നെ. അത് ജാതീയമായിട്ടും മതമായിട്ടും അതുപോലെ തന്നെ അവരുടെ തൊഴിൽപരമായിട്ടും വിഘടിച്ച് നിന്നപ്പോൾ അവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പാർട്ടി വളർന്നിട്ടുള്ളത്. അവരുടെ കാശ് കൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അല്ലാന്ന് ആരാന്ന് പറഞ്ഞ കോർപ്പറേറ്റുകളല്ലോ. കോർപ്പറേറ്റുകളിൽ തന്നെ പൈസ വാങ്ങിച്ചുകൊണ്ടൊന്നല്ലല്ലോ നമ്മളൊക്കെ ഈ പാർട്ടി വളർന്നിട്ടുള്ളത്. ബക്കറ്റ് വിരിവും സാധാ ജനങ്ങൾ കൊടുത്തിട്ടുള്ള പൈസകൾ സ്വരൂപിച്ചുകൊണ്ട് തന്നെ ഈ പാർട്ടി വളർന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ പറയുന്ന വെച്ചാൽ ഇവിടെ എല്ലാം ഞാൻ നീതി ആയോഗ് ഇന്ത്യക്കകത്ത് ഏറ്റവും നല്ല നിങ്ങൾ ഇപ്പം പറഞ്ഞതിൻ്റെ ഇത് അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മെഡിക്കൽ ആരോഗ്യ പ്രവർത്തനം നടന്നിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അത് മറ്റ് സംസ്ഥാനങ്ങളുടെ കേരളം മുന്നിട്ടിരിക്കുന്നത്. നിങ്ങൾ പറയും CPM ഭരിക്കുമ്പോൾ ഇടതുപക്ഷം ഭരിക്കും. അല്ല, കാലാകാലങ്ങളിൽ ആർജിച്ച് വന്ന നമ്മുടെ സാമൂഹിക വേദന അവിടെ ഇതിന് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇല്ലെന്നും പറയില്ല. എവിടെയെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ ആരോഗ്യ മേഖല കംപ്ലീറ്റ് തകർന്നു പോയി എന്നുള്ള ഒരു രീതിയിലോട്ട് വരില്ല. ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഏറ്റവും നല്ല ആരോഗ്യ മേഖല ഉള്ളതും അതുപോലെ വിദ്യാഭ്യാസ മേഖല ഉള്ളതും കേരളത്തിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം CPM ഇതിനൊന്നും പ്രതികരിക്കില്ല. ആരാണ് പറഞ്ഞ് പ്രതികരിക്കില്ല എന്ന്? പ്രതികരിക്കേണ്ട സമയത്തെല്ലാം പ്രതികരിക്കുന്നുണ്ട്. അത് സമയം വരുമ്പോൾ പ്രതികരിക്കും. ഇപ്പോൾ പാലസ്തീൻ്റെ കാര്യത്തിൽ അവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യധ്വംസനം വരുന്നുണ്ട്. അത് കുട്ടികളുടെ ഇപ്പം നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഹമാസൊക്കെ എന്ന് പറയുന്നത് സാധാ ജനങ്ങളുടെ ഇടയിൽ കയറി അവിടെ ഇത് പ്രതിരോധം സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികളുടെ ഇടയിലൊക്കെ. അതൊക്കെ ശരിയാണോ? അതുകൊണ്ടല്ലേ CPM പോലത്തെ അന്നും ഇന്നും മനുഷ്യധ്വംസനം എവിടെ കണ്ടാലും അതിനെ പ്രതികരിക്കും. നിങ്ങളിതൊരു പ്രതീകാത്മകമായ ഒരു പ്രത്യേക ഒരു വിയോജിപ്പ് പ്രകടനം നിങ്ങൾ കണ്ടാൽ മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വേറൊന്നും ബഹിഷ്കരിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. 9 തൊട്ട് 9 വരെ മൊബൈൽ ഫോണുകളിലും ലാപ്ടോപ്പുകളിലുള്ള ഒരു ആശയം നമ്മൾ വയ്ക്കുകയാണ്. ആശയം ജനങ്ങൾ ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കട്ടെ. അതൊരു അവർക്ക് പാലസ്തീൻ ജനങ്ങൾക്ക് അങ്ങനെ ഒരു അനുകൂല ഇതുണ്ടാവുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. അങ്ങനെയെങ്കിലും കണ്ണു തുറന്നുകൊണ്ട് ഈ ലോകത്ത് സമാധാനം പറ്റേ. ആ സമാധാനത്തോടു കൂടിയുള്ള പ്രതികരണമാണ് CMA ബേബി നടത്തിയത്. അതിന് ഇത്ര വിമർശനമായ ഒരു നിലപാടൊന്നും ആരും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത് ജനങ്ങൾ തിരസ്കരിക്കട്ടെ. അത് അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കട്ടെ. അത് മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് ഒരു സമരാഹ്വാനം നടത്തുന്നു, വേണമെന്നുള്ളവർ സ്വീകരിക്കട്ടെ എന്നുള്ളത്. അത് അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ രോഹിണി. അത് നമ്മളൊരു പ്രതിഷേധമാണ്. ലോകത്തുള്ള ജനങ്ങളുടെ പ്രതിഷേധം. യുദ്ധ ഭൂമിയിൽ നിന്ന് എല്ലാവരും പിന്മാറണം. അതായത് ഏത് രാഷ്ട്രമാണ്. ഇപ്പോൾ കുറേ രാഷ്ട്രങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യം വന്നു. അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണ് ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? ഇന്ത്യ ആർക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അപ്പം ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് തീവ്രവാദികൾക്ക് വേണ്ടിയാണോ നമ്മൾ നിൽക്കുന്നത്? അല്ലല്ലോ. ഇത് CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത് CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെയും കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ശിരസ വഹിക്കാൻ പറ്റുമെങ്കിൽ വഹിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ തിരസ്കരിക്കുക. ശരി. ഡോക്ടർ K ജയപ്രസാദ്, ഇവിടെ കാലോചിതമായ ഒരു സമരമുറ എന്നാണ് ഇതിനെ MA ബേബി വിശേഷിപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷത്ത് നിന്ന് വന്ന ശ്രീ സതീഷ് വസന്ത് തന്നെ പറയുന്നുണ്ട്, ഞങ്ങളൊരു ആഹ്വാനം നടത്തുന്നു മാത്രമേ വേണ്ടൂ, വേണമെന്നുള്ളവർ സ്വീകരിച്ചാൽ മതി എന്നുള്ളത്. ഭാരതത്തിലെ മുഴുവൻ ജനതയോടും സ്വീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കണം എന്ന് പറയുകയും മൈക്രോസോഫ്റ്റ് അടക്കം ഞെട്ടും എന്ന് പറയുകയും ഒക്കെ ചെയ്ത
ആ സമരമുറ ഇപ്പോൾ വേണം എന്നുള്ളവർ സ്വീകരിച്ചാൽ മതി എന്ന് പതിയെ തണുത്ത് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയോ? ഇപ്പോൾ സമയം 8:45 ആയിരിക്കുന്നു. കാരണം പലരും താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യം ഉന്നയിക്കാം, കൈരളി വെച്ച് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പാർട്ടി നേതാക്കളുടെ ഫോണിലേക്കൊക്കെ ഒന്ന് റിങ് ചെയ്ത് നോക്കാം. അതുകൊണ്ടാണോ ഇപ്പോൾ ഇച്ചിരി തണുത്തുപോയത് ഈ സമരമുറ? അല്ലേ, ഞാനിതിനകത്ത് ഒരു കാര്യം ശ്രീ വസന്ത് പറഞ്ഞത് കറക്റ്റാണ്. കാരണം ഇതാരും സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നില്ല. ആരെങ്കിലും മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുമായിരിക്കാം ഈ 9 മണിക്ക് ശേഷം എന്നല്ല, അതെനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ബഹിഷ്കരിക്കുമെന്ന്. കാരണം ആ തരത്തിൽ ഇതിനെ കാണുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പ്രസ്ഥാനം വളർന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് ഒരിക്കലും ആശയപരമായിട്ടല്ല, ഒന്ന് സംഘടനാപരമായ മികവും അടവ് നയവും പ്രചരണത്തിലൂടെയാണ്. കഥകളിലൂടെ, കഥാപ്രസംഗത്തിലൂടെ, നാടകത്തിലൂടെ, അങ്ങനെ സിനിമയിലൂടെ, അങ്ങനെ കലാകാരന്മാരിലൂടെ, അങ്ങനെ ജനങ്ങളിൽ ചില മുദ്രാവാക്യങ്ങൾ കൊടുത്ത് ഇപ്പം നമ്മളൊരു ശരാശരി മലയാളി കേരളമെല്ലാം നമ്പർ 1 എന്ന് പറഞ്ഞ്, അതായത് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സമഗ്ര മേഖലയിലും കേരളം ലോകത്തിന് മാതൃകയാണ്, കേരള മോഡൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പേര് അത് വിശ്വസിക്കുന്നുണ്ട് ഇന്നും. പക്ഷേ നമ്മൾ ഈ ശരിക്കും മലയാളികളെ ശരിക്കും ഇത്രയും വിഡ്ഢികളാക്കുന്നു, മലയാളികൾ വിഡ്ഢികളായതുകൊണ്ടാണ്. കാരണം 1969 സഖാവ് EMS നമ്പൂതിരിപ്പാട്, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് ചികിത്സയ്ക്ക് പോയത് ജർമ്മനിയിലാണ്. അതിനുശേഷം നമുക്കറിയാം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്ന ഇപ്പം K. കരുണാകരൻ അമേരിക്കയിൽ പോയി. അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നീട് നമ്മൾ കാണുന്നതും പിണറായി വിജയൻ ഇന്നത്തെ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഡോക്ടർ ഹാരിസിൻ്റെ പോസ്റ്റിന് ശേഷം ഉണ്ടായിട്ടുള്ള ചർച്ചകളും കോട്ടയത്തെ ഇന്നലെ നടന്ന അപകട മരണവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു മികവുറ്റ, അല്ലെങ്കിൽ അമേരിക്കയിൽ നാളെ ഒരാളിന് അമേരിക്കയിൽ പോകാതെ കേരളത്തിൽ തന്നെ ചികിത്സ ലഭിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയോ അതിനുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. വളരെ 70കളിലാണ് നമ്മൾ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു സ്ഥാപനത്തിനെ വളർത്തുന്നതിന് പകരം അതും പാർട്ടിവൽക്കരിച്ച് മാക്സിമം തളർത്തുകയാണ് ചെയ്തത് ആ സ്ഥാപനത്തെ പോലും. അപ്പോൾ ആ തരത്തിൽ ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണെങ്കിൽ പോലും അതിൻ്റെ സിസ്റ്റം മുഴുവനും ഈ പാർട്ടി ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ആ തരത്തിൽ കേരളത്തിലെ സമസ്ത മേഖലയിലും, ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ അല്ലെങ്കിൽ നമ്മൾ ഉത്തര മലബാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നത്, ആരോഗ്യ മേഖലയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് ഉത്തര മലബാറാണ്. അപ്പോൾ അതിൽ MP രാഘവനാണ്. ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പോലും കാസർഗോഡ് ജില്ലയിലില്ല. കണ്ണൂരിലും യഥാർത്ഥത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ശ്രീ MP രാഘവൻ, അതായത് കൂത്തുപറമ്പ് രക്തസാക്ഷികളെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അതിന് അത്രയധികം പ്രതിഷേധങ്ങൾ നേരിട്ട് കൊണ്ടൊരു സഹകരണ മെഡിക്കൽ കോളേജിനെ കൺവേർട്ട് ചെയ്തും ഗവൺമെൻറ് മെഡിക്കൽ കോളേജാക്കണം. പാർട്ടി റിക്രൂട്ട് ചെയ്തവർ ഗവൺമെൻറ് ആളായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്നോക്ക മേഖലകളാണ് ആ രംഗത്ത്. അത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ മറ്റെല്ലാ മേഖലകളിലും പിന്നോക്കാവസ്ഥയെ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് പ്രചരണത്തിലൂടെ, അടവ് നയത്തിലൂടെ പറയുന്നത്. മറ്റൊന്ന്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സ്വാധീനമുള്ളത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹമുള്ളത് ബീഹാറിലും ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ്. പക്ഷേ ഇസ്ലാമിസ്റ്റുകൾ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അപ്പോൾ അത് മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പരിമിതിയുണ്ട്. മുസ്ലിം ലീഗ് കുറച്ചുകൂടെ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ തന്നെ അതിന് ബദലായിട്ടുള്ള വലിയൊരു ശതമാനം ആശയപരമായ ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ അടിത്തറയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ഒരുപോലെ ശക്തമാണ്. പക്ഷേ അത് വോട്ട് ബാങ്കായിട്ട് വരുമ്പോഴത്തേക്കും ഒരിക്കലും ഒരു മുസ്ലിം പാർട്ടിയിലേക്ക് അത് പോകുന്നില്ല. അപ്പോൾ ഈ വോട്ടാണ് CPM ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ ഇസ്ലാമിസ്റ്റ് ആശയങ്ങളെ അടവ് നയത്തിൻ്റെ ഭാഗമായി കവർന്നെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കേരളത്തിൽ CPM ചെയ്യുന്നത്. അതിൻ്റെ ഗുണഭോക്താവാണ് CPM. അപ്പോൾ ഞാനത് 2016-ലെയും 2021-ലെയും തിരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ മണ്ഡലത്തിലും മുസ്ലിം ശക്തി കേന്ദ്രങ്ങളിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ വോട്ടും അത് മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ പോലും വിള്ളൽ വീഴ്ത്താനും മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ സ്വതന്ത്രന്മാർ, അതാണ് ഞാൻ പറഞ്ഞ അടവ് നയം ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ പിന്തുണയോടെ കേരളത്തിൽ 2 തിരഞ്ഞെടുപ്പുകളെ നല്ലവണ്ണം വിജയിക്കുകയും ഇനി അടുത്ത തിരഞ്ഞെടുപ്പും കൂടെ മൂന്നാമതൊരു തിരഞ്ഞെടുപ്പും കൂടെ വിജയിക്കാൻ വേണ്ടി പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം കേരളത്തിൽ വളരെ ശക്തമാണ്. അത് പ്രകടമായ രൂപത്തിലല്ല, അത് പല തലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് CPM. അപ്പോൾ ഈ ഹമാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിഷയം അവർ അവതരിപ്പിക്കുന്നതും
അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ അല്ലെങ്കിൽ ഇന്ന് മാത്രമല്ല, ഇത് ഒരാഴ്ചത്തെ പരിപാടിയാണ്. ഞാൻ ഒന്നുകൂടെ ഉറപ്പായി പറയുന്നുണ്ട്, ചില ആളുകൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വയ്ക്കുമായിരിക്കും, ആരും ബോയ്ക്കോട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, അത് ഉറപ്പാണ്. അതെ, ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി, കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നുപോലും ഒന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ ഇത്രയധികം വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും എല്ലാ മേഖലകളും, അതൊന്നും ചിന്തനീയമേ അല്ല. പകരം പലസ്തീനു വേണ്ടി മുറവിളി കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അത് പറഞ്ഞല്ലോ, പലസ്തീനല്ല, അടിസ്ഥാനപരമായിട്ട് അവരുടെ ആവശ്യം ധനവും അധികാരവുമാണ്. ധനത്തിനും അധികാരത്തിനും വേണ്ടി എക്കാലത്തും ഏത് കുറുക്കുവഴിയും സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIM. അപ്പൊ അവർ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈ ആഗോള പ്രശ്നങ്ങൾ പറയുന്നതിന്റെ കാരണം, ഒന്ന്, ഞങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാണ്, ബുദ്ധിമാന്മാർക്ക് പറ്റിയ പാർട്ടിയാണ് എന്നൊക്കെ ഒരു കാലത്ത് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. എന്താ പറയാ, താത്വിക അവലോകനം, പ്രത്യയശാസ്ത്രം, പിന്നെ പ്രതിക്രിയാവാതകം എന്നൊക്കെ കളിയാക്കിയല്ലോ സന്ദേശം സിനിമയിൽ. അതുപോലെ പ്രതിക്രിയാവാതകങ്ങൾ ഇങ്ങനെ അടിച്ചുവിടുകയാണ്. അപ്പൊ ഈ ഗ്യാസിൽ കുറെ പേര് മയങ്ങിയോടെ വീഴും. പക്ഷെ ഇതിൽ നേരത്തെ നമ്മുടെ ഡോക്ടർ ജി പറഞ്ഞ പോലെ ഒരു വിഷയം ഇതിലുണ്ട്. അതായത് അധികാരം തുടർച്ചയായി കിട്ടണമെങ്കിൽ ഏത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ, ഏത് സമുദായത്തെ പ്രീണിപ്പിച്ചാൽ അത് നടക്കുമെന്ന് അവരുടെ വിദഗ്ധന്മാർ കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ ഫലമായിട്ടാണ് മതനിരപേക്ഷ വർഗ ബഹുജന എന്നൊക്കെ മാറ്റിയിട്ട് ഹിന്ദു വിരുദ്ധ വർഗ ബഹുജന പാർട്ടിയായിട്ട് CPM മാറിയത്. അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, ഹിന്ദു വിരുദ്ധമായി പറഞ്ഞ അമ്പലങ്ങളെ കളിയാക്കുക, അല്ലെങ്കിൽ ഹിന്ദു ദേവീ ദേവന്മാരെ കളിയാക്കുക, ഹിന്ദു ആത്മീയ ഗുരുക്കന്മാരെ കളിയാക്കുക, ഹൈന്ദവമായി ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കളിയാക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുക, അവരെ വെട്ടിക്കൊള്ളുക, തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുക. ഇവരുടെ സംഘർഷം മുഴുവൻ എക്കാലത്തും ഹിന്ദു ജനതയുടെ സംഘടിത ശക്തിയോടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, വളരെ കാലം മുമ്പ് തന്നെ ഇവർ ഈ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തോടു കൂടി, അതുവരെ CPM-ന് RSS-നോട് അത്ര വലിയൊരു വിരോധം ഉണ്ടായിരുന്നു ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. RSS-ഉമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനും, അല്ലെങ്കിൽ RSS-ഉമായിട്ട് ചേർന്ന് ഇന്ദിരയുടെ ആ കരി നിയമങ്ങൾക്കെതിരെ പോരാടാനൊക്കെ തയ്യാറായിരുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. ആ കാലത്ത് നിന്ന് പെട്ടെന്ന് ഇവർ ഒരു ഡൈവേർഷൻ എടുക്കുകയും ഇവർ മനസ്സിലാക്കി ഇവിടെ ഉള്ള വളരെ ശക്തമായ ധനികരെ ഹിന്ദുക്കൾ ഒരു ആൾക്കൂട്ടം മാത്രമാണെന്നും അവർക്ക് യാതൊരു ഐക്യവുമില്ലെന്നും മനസ്സിലാക്കിയ CPM ചെയ്തത്, ഏറ്റവും പ്രബലരായി ഐക്യപ്പെടുന്ന സംഘടനാ രൂപമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള മതത്തെ നന്നായി പ്രേരിപ്പിച്ചാൽ എല്ലാ കാലത്തും അധികാരത്തിൽ വരാമെന്നൊരു ചിന്ത അവർക്ക് പിടികൂടി. അതിന്റെ ഒരു ഏറ്റവും ഋണാത്മകമായ കാഴ്ച, മഹാരാജാസിലെ അഭിമന്യു കൊല്ലപ്പെട്ടപ്പോൾ അതൊരു ക്രൂരമായ നിന്ദ്യമായ കൊലപാതകമാണ്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും നിന്ദ്യമായ ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ ചുറ്റും കൂടി നിന്ന് വിചാരണ ചെയ്ത് ഒറ്റക്കുത്തിനെ കൊല്ലുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ഭീകര പ്രവർത്തനം ഒരു ക്യാമ്പസിൽ നടന്നിട്ട് സ്വന്തം സഖാവ്, കുട്ടി സഖാവ് കൊല്ലപ്പെട്ടിട്ട് പോലും ഈ ചെറിയ മുദ്രാവാക്യങ്ങൾ, വർഗീയത തൊലയട്ടെ, നാളെ പുലരി ചുവക്കും, മറ്റന്നാൾ ഇടിവെട്ടും, ഇങ്ങനെയുള്ള ചില മൃദു മുദ്രാവാക്യങ്ങൾ കൊണ്ട് പ്രതിഷേധം ഒതുക്കി RSS-നെ നേരിടുന്ന പോലെ കൊലക്കത്തി പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? ഒറ്റ അർത്ഥമേ ഉള്ളൂ, ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകളും പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകളുമാണ് ഇത് ചെയ്തതെങ്കിലും CPM അവരോട് ആശയപരമായി, ധനപരമായി എവിടെയൊക്കെയോ അടിമപ്പെട്ടു പോയിട്ടില്ലേ? അച്യുതാനന്ദൻ എന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ KEN കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന CPM-ന്റെ ഒരു താത്വിക ആചാര്യനുണ്ട്. അദ്ദേഹം പുറമെ മതനിരപേക്ഷനൊക്കെ ആണെങ്കിലും അടിസ്ഥാനപരമായി ഹിന്ദു വിരുദ്ധനാണ്. അത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടതും. ഇസ്ലാമിസ്റ്റുകളുടെ, ജിഹാദികളുടെ ഒരു മൗത്ത് പീസ് ആണ് ഇപ്പോഴും ഈ KEN കുഞ്ഞഹമ്മദ്. ഒരിക്കലും അദ്ദേഹം ഇസ്ലാമിനെ ഇത്തരത്തിൽ വിമർശിക്കാൻ ധൈര്യപ്പെടാറില്ല, ഇസ്ലാമിസ്റ്റുകളെ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകൾ കേട്ട, ഓണത്തിന് പിന്നെ പുളിശ്ശേരി ആവാമെങ്കിൽ കാളനാവാമെങ്കിൽ കാളയിറച്ചിയും ആവാം എന്നൊക്കെയുള്ള പ്രസ്താവന കേട്ടിട്ട് അച്യുതാനന്ദൻ പറഞ്ഞു, അത് ചില വർഗീയവാദികളുടെ മൂട് താങ്ങികളാണെന്ന് KEN-നെയൊക്കെ പരസ്യമായിട്ട് പറഞ്ഞൊരു അച്യുതാനന്ദൻ പിന്നെ ഒരിക്കലും അധികാരത്തിൽ തുടരാത്തത് രണ്ടു മതങ്ങളുടെയും ദുഷ്ടദൃഷ്ടി കിട്ടിയോണ്ടാണ്. കാരണം മൂന്നാറിൽ കുരിശു പൊളിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങി, മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇസ്ലാമിസ്റ്റുകളെ പിണക്കി, ലവ് ജിഹാദിനെ തള്ളി പറഞ്ഞു. അച്യുതാനന്ദൻ ഒരു മതനിരപേക്ഷനായി പെരുമാറി, യഥാർത്ഥ CPM-കാരനായിട്ട് പെരുമാറിയപ്പോൾ അത് അപകടമാണെന്ന് കണ്ട വമ്പൻ ശക്തികൾ, വിശേഷ ജിഹാദി ശക്തികൾ
പാർട്ടിയിൽ ഇനി ഒരിക്കലും ഇദ്ദേഹം ഒരു തരത്തിലും ആരുമാവരുതെന്ന് തീരുമാനിച്ച് അതിന് പറ്റിയ ഒരാളെ വടക്കു നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെയാണ് പിണറായി വിജയൻ. അവർക്ക് ഈ ടാക്ടിക്സ് മനസ്സിലായി കഴിഞ്ഞു. കേരളത്തിന്റെ കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, അതെ, അത് തീർച്ചയായും. ഇസ്ലാമിക